വിഷ്ണു തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിഷ്ണു, ഇപ്പോൾ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മഴ സംബന്ധമായിട്ടുള്ളത്? അനുപ്രിയ, ഇനി 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്നും നാളെയും തെക്കൻ കേരളത്തിൽ വ്യാപകമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്ന് പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും വ്യാപകമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ടുണ്ട്. പത്തനംതിട്ടയിൽ അതിതീവ്രമായ മഴയുണ്ടാകും, ജാഗ്രതയോടെ കാത്തിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ തന്നെ നിരവധി മലയോര മേഖലകൾ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു മുന്നൊരുക്കം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ലക്ഷദ്വീപിനും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും വലിയ തോതിലുള്ള മഴയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്കും അതോടൊപ്പം കോഴിക്കോട്, കണ്ണൂർ ജില്ലയ്ക്കും നാളെ യെല്ലോ അലേർട്ട് ഉണ്ട്. ഇന്നും നാളെയും അതിശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടാകുമെന്നുള്ള സൂചന നൽകുന്നത്. അനുപ്രിയ.